അന്നത്തെ ദിവസം പേടിയൊന്നുമല്ല, ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, മാനസികാവസ്ഥ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും 10 രൂപ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഇതായിരുന്നു. ബോർഡ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷട്ടർ താന്നില്ല, അതിൻ്റെ ഉള്ളിൽ പെട്ട് അടുപ്പാവാടേക്ക് ഊരി ഇത് ക്ലിപ്പയിൽ പിടിച്ച് വിടാം. ക്ലിപ്പയിൽ പിടിച്ച് പൊക്കി ഏട്ടാണ് നമ്മളിങ്ങോട്ട് പുറത്തു വന്നത്. നമുക്കാകെ ഒരു ബോഡി കത്തിച്ചാൽ 300 രൂപയൊക്കെ കിട്ടുള്ളൂ. പിന്നെ വരുന്നവരവിടെ ചാവടിക്കാനൊക്കെ തന്നാലേ ഉള്ളൂ. ഈ ചൂട് കൊള്ളുന്നതുകൊണ്ട് 300 രൂപക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റിയിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ അതൊന്നും ചെയ്തിട്ടില്ല. ചില ബോഡികൾ, എല്ലാ ബോഡിക്കും ഉണ്ടാവില്ല, ചില ബോഡികൾ കൈയും കാലൊക്കെ പൊങ്ങി വരും. പൊങ്ങി ഇങ്ങനെ അത് ചൂട് കൊള്ളുമ്പോൾ ശരീരത്തിന്റെ മെഡിസിൻ ചെന്നതോ എന്തോ കയ്യാ കാലാക്കി ഇങ്ങനെ പൊങ്ങി വരും. കൈയും കാലും പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷട്ടർ പൊക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ പേടിയാവും. നമസ്കാരം. ഇന്ന് മാർച്ച് 8 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃക്കാക്കര നഗരസഭയിലെ പൊതു ശ്മശാനത്തിലാണ്. ഇവിടെ 15 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സെലീന ചേച്ചി. ഇന്ന് സെലീന ചേച്ചിയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്താനായി പോകുന്നത്. ചേച്ചി, നമുക്കറിയാം ഇപ്പോൾ പുരുഷന്മാർ പോലും ഈ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെ? നമ്മുടെ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അന്നത്തെ പിള്ളേരുടെ പഠിപ്പ്, കല്യാണം, എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ മേഖലയിലോട്ട് വന്നത്. അതെ, എത്ര വർഷമായിട്ടുണ്ടായിരിക്കും? ഞാനിപ്പോൾ 18ാമത്തെ വർഷമാണ്. 18ാമത്തെ വർഷമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അന്നത്തെ ദിവസം പേടിയൊന്നുമല്ല, ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്. ആ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടിൽ നമുക്ക് പേടി ഒന്നും ഉണ്ടായിരുന്നില്ല. കടങ്ങൾ വിടണം, പിള്ളേരെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കണം, പിള്ളേരുടെ പഠിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊക്കെ ഒരു മാനസിക സംഘർഷമാണ് അന്നത്തെ അവസ്ഥയിൽ. ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ട് വർഷങ്ങളായി, 10-20 വർഷം കഴിഞ്ഞു. ഇപ്പം 10-22 വർഷം കഴിഞ്ഞു. അപ്പം അന്നത്തെ ആ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. നമുക്ക് എങ്കിലും 10 രൂപ ഉണ്ടാക്കണം, അതിൽ നമ്മുടെ കടങ്ങൾ വീടണം എന്നുള്ള അതാണ് ആത്മധൈര്യത്തിനുള്ള പ്രചോദനം. അതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ജോലിക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നിന്നുണ്ടായിരുന്ന ഒരു റെസ്പോൺസ്? മൂത്ത മോൾക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്ത മോളുടെ ബന്ധുവീട് അവർക്കൊക്കെ ഒരിത്തിരി കെറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് അവരല്ലല്ലോ ചിലവിന് തരുന്നത്, നമ്മൾ തന്നെ പണിയെടുത്ത് വേണ്ടി നമ്മുടെ ഈ കാര്യങ്ങൾ നടത്താം. അപ്പോൾ പള്ളിക്കാരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഇത്തിരി എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചതിനുള്ള ഒറ്റ ഉത്തരം, നിങ്ങളെൻ്റെ ചിലവ്, എൻ്റെ കുട്ടികളെ നോക്കുക, എൻ്റെ ചിലവ് നോക്കുക. നിങ്ങളുടെ മകൻ പോയിട്ടാ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ പോയിട്ടാ നിങ്ങൾ എന്നെ നോക്കാറില്ല, ആരും അന്വേഷിക്കാറില്ല, എന്നെ ഒരു കുടുംബക്കാരും അന്വേഷിക്കാറില്ല, നമ്മുടെ കുട്ടികളുടെ കാര്യം അന്വേഷിക്കാറില്ല, 2 പെൺപിള്ളേർ. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് ഇത് എങ്കിൽ ഇത് നമ്മൾ ഈ പണി മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് കൂടി മേക്കാട്ട് പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ സ്വന്തമായിട്ട് എടുത്തേ പിന്നെയാണ് പുറം പണി അങ്ങോട്ട് നിർത്തിയത്. അതെ, ആദ്യമായിട്ട് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. മാനസികാവസ്ഥ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും 10 രൂപ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഇതായിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി മാത്രമല്ല, ആ സമയത്ത് നമ്മൾ പല ജോലിക്കും പോകുമായിരുന്നു. ഈ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഈ പണിയെടുക്കുന്ന ആ ചേട്ടൻ ചോദിച്ചു, നീ ചെയ്യുവാന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാം, എനിക്ക് പൈസ തരികയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് ഒരു ബോഡി കത്തിച്ച് 75 രൂപ കിട്ടുള്ളൂ. 15 വർഷം മുന്നേ. 17 വർഷം മുമ്പ് 75 രൂപ ഒരു ബോഡി കത്തിച്ച് അന്ന് തരുന്നത്. അത് വിറകെടുക്കണം, ബോഡി കത്തിക്കണം, ക്ലീൻ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, അസ്ഥി എടുത്ത് കൊടുക്കണം, എല്ലാം. ഈ ബോഡി ബോഡി വരുന്നവരോടുള്ള പെരുമാറ്റം ഒക്കെ നമ്മൾ അതിൽ നിന്ന് തന്നെ എല്ലാം ചെയ്ത് കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷം ഇവിടെ നീണ്ടു നിൽക്കുന്നത് തന്നെ. അന്നത്തെ ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ജോലിയിലേക്ക് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറയുള്ളൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി. ഞാൻ ഒരുപാട് ചെറുപ്പം മുതലുള്ള കഷ്ടപ്പാടാണ്. 14 വയസ്സിൽ ഇറങ്ങിയ ബുദ്ധിമുട്ട് എനിക്കിറങ്ങിയതാണ്. എനിക്ക് അപ്പനില്ല, അമ്മയില്ല. അപ്പം ആ സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. അതെ. അപ്പം അന്ന് തുടങ്ങിയുള്ള ബുദ്ധിമുട്ട്. അപ്പനുണ്ടായിരുന്നു, അപ്പം മരിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ മരിച്ചത്. അപ്പനുണ്ടായിരുന്നെങ്കിലും അപ്പന് പാടില്ലായിരുന്നു, കണ്ണ് കാണാൻ പാടില്ല, കാലിനൊക്കെ മുട്ടിനൊക്കെ തളർച്ചയൊക്കെയായിരുന്നു. അപ്പം ആ സാഹചര്യത്തിൽ നമ്മളാണ് വീട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഒരു ആങ്ങളെയുമാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്.
അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പൈസയൊക്കെ കിട്ടുള്ളൂ പണിന്ന് ഏത് പണിക്ക് പോയാലും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പണിയെടുത്താണ് നമ്മൾ കുടുംബം നോക്കിയാണ് പോകുന്നത്. പഠിപ്പൊക്കെ അത് കാരണം നിർത്തി. പഠിപ്പിക്കാനും ആരും ഉണ്ടായില്ല, ഒരു പുസ്തകം മേടിച്ചു തരാനും ആരും ഉണ്ടായില്ല. അപ്പം പിന്നെ ഒരു പുസ്തകം കൊണ്ട് തന്നെയാണ് എല്ലാ വിഷയങ്ങളും എഴുതുന്നത്. അന്നത്തെ സാഹചര്യമായിരുന്നു. അപ്പം അതുകൊണ്ട് പഠിപ്പ് അങ്ങനെ നിർത്തി. പഠിപ്പ് എല്ലാം കൂടി ജോലിക്ക് പോക്കൊന്നും നടക്കില്ല. അത് കാരണം പഠിപ്പ് നിർത്തിയിട്ട് കുടുംബം നോക്കാം. അന്നത്തെ കുടുംബം നോക്കൽ ഇന്ന് കുടുംബം നോക്കൽ മാത്രം. കല്യാണം കഴിഞ്ഞ ആ ഗ്യാപ്പിൽ 2 വർഷം ജോലിക്ക് പോയില്ല. അത് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് 2 വർഷം ജോലിക്ക് പോയില്ല. ബാക്കിയൊക്കെ 14 വയസ്സ് കഴിഞ്ഞ് ഇന്നേ വരെ ജോലിക്ക് കൊണ്ട് 62 വയസ്സായി ജോലിക്ക്. ഇത്രയും വർഷമായല്ലോ ഈ ഒരു ജോലി തന്നെ നിൽക്കുന്നു. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു ജോലി പോകില്ല. ആ സമയത്ത് ഇവിടെ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 3-4 വർഷം പുറംപണി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം പോണില്ല. ഇപ്പം നമ്മളെ വിളിക്കുന്ന ഏത് നേരത്താണ് വിളിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വേറെ ജോലിക്ക് പോയാൽ വരാൻ ബുദ്ധിമുട്ടാണ്. ആ ജോലി ഇടക്കിട്ടുണ്ട് വരുമ്പോൾ ചെയ്യിക്കുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാകും. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇവിടുത്തെ പരിസരവാസികളുള്ള പണിക്കാർ തന്നെയായിരുന്നു. പരിസരത്തുള്ള പണിക്കാരെ കൂടി തന്നെ പോയിക്കൊണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും എൻ്റെ അറിയാം. അപ്പം അതുകൊണ്ട് അവർ പറയും നീ പരിക്കും കൂട്ടിയിട്ട് പോയിക്കോ ഞങ്ങൾ. അപ്പോൾ അവർക്ക് പരിക്കനൊക്കെ അടിക്കാനുള്ളതും കട്ടയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പോരും. അവർ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ പോകുന്ന പണിയെടുക്കും. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ പണി കഴിഞ്ഞ് 5:30 മണിക്ക് പണി കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉച്ചക്ക് ഊണ് കഴിക്കുന്ന ടൈമിലാണ് ബാക്കിയുള്ളതൊക്കെ. ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരെണ്ണം വരുമ്പോൾ നമ്മളത് ഉച്ചക്ക് ഗ്യാപ്പ് റെസ്റ്റൊന്നുമില്ല. വന്ന് ക്ലീൻ ചെയ്യുക, ബോഡി ക്ലീൻ ചെയ്യുക, അടുക്കുക, എല്ലാം ചെയ്യുക. എന്നിട്ട് ബോഡി വരുമ്പോൾ വന്ന് ബോഡി വെച്ചിട്ട് പോകും. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്യലും അടിച്ചു വാരലും എല്ലാം. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴും പിന്നെ ഇത് തന്നെ. വൈകുന്നേരം ബോഡി വന്ന് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴും കാലത്തെ വന്ന് എല്ലാം ചെയ്യുക, അടുക്കിപ്പറക്കുക, ക്ലീൻ ചെയ്യുക, പോകുക. 8:30 ജോലിക്ക് കയറും. ഉച്ചക്ക് ടൈം പിന്നെയും വരും. അപ്പം ആ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പം നമ്മൾ ഈ ഒരു ജോലി മാത്രം ചെയ്യുന്നത് കൊണ്ട് വേറെ പണിക്കൊന്നും പോകുന്നില്ല. നമ്മളേത് സമയത്താണ് വിളിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പം തന്നെ രാവിലെ ഒന്നും പണി ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ പണി കുറവാണ്. വരുന്ന പണിയൊക്കെ വരുന്ന ബോഡിയാണ് ഈ വൈകുന്നേരങ്ങളിലാണ് വരുന്നത്. വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ ബോഡി ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് വെക്കുമ്പോൾ ഈ ചൂടിൽ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞോളൂ. അതിനകത്തൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾ നോക്കി കയറി കയറി നോക്കിയാ വാ, അനുഭവം വേണമല്ലോ. ഇന്ന് കയറി നോക്കിയാൽ ചൂടുണ്ടാന്നറിയല്ലോ. അപ്പം ആ ചൂടിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് നോക്ക്. കനല കത്തുമ്പോൾ കണ്ട ഇപ്പം തട്ട് പൊളിഞ്ഞു വീണതാണ്. ഇതാണ് കമ്പി കണ്ട ഇപ്പം തട്ട് പൊളി. ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തട്ട് പൊളിഞ്ഞു വീണ് എൻ്റെ മേത്ത് വീഴും. ഇതിപ്പോൾ ഷട്ടർ എടുത്ത സമയത്താണ് ഇപ്പം പൊളിഞ്ഞു വീണതാണ് കമ്പി. ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഷട്ടറൊക്കെ അടഞ്ഞു പോയി ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് 2-3 പ്രാവശ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതാ. ഷട്ടർ ബോഡി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷട്ടർ താന്നു പോയി. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഷട്ടർ പൊക്കാൻ പറ്റില്ല. ചൂടായി കഴിഞ്ഞാൽ എയർ വലിക്കുന്ന ടൈമിൽ ഷട്ടർ പൊക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. പിന്നെ വിറകുന്ന ചേട്ടൻ ആ സമയത്ത് ആ നേരത്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറുന്നത് ആ ചേട്ടൻ കണ്ട്, ഷട്ടർ സാധനം കണ്ട്. അത് കാരണം പിന്നെ ആ ചേട്ടൻ വന്ന് മുട്ടിയൊക്കെ വെച്ച് ഷട്ടർ തുറന്നു. ഞാൻ പിന്നെ അടുപ്പാവാടയൊക്കെ ഊരി ഇത് ക്ലിപ്പയിൽ പിടിച്ച് വിടാം. ക്ലിപ്പയിൽ പിടിച്ച് പൊക്കി ഏട്ടാണ് നമ്മളിങ്ങോട്ട് പുറത്ത് പോകുന്നത്. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ കാണുമ്പോൾ ആൾക്കാർക്ക് ബോഡി കത്തിക്കുന്നു മാത്രം. പക്ഷെ എൻ്റെ ഉള്ളിൽ കിടന്ന് അത് മറ്റുള്ളവർക്ക് അറിയില്ല. അത് നിന്ന് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയും. പുറമേ നോക്കുമ്പോൾ അവർക്ക് ഈ കാശ് മേടിക്കുന്നത് മുഴുവനും നമുക്ക് ഇപ്പോൾ വരുന്നവരോട് കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ വിറക് ഇറക്കണം, വിറക് കീറണം, മടൽ വേണം, ചിരട്ട വേണം, ഇതിനൊക്കെ പൈസ കൊടുക്കണം. മുനിസിപ്പാലിറ്റിയിൽ ഒരു വിഹിതം അടക്കണം. നമ്മൾ ടെൻഡർ എടുക്കുന്നത് അങ്ങനെയാണ്. ഒരു വിഹിതം മുനിസിപ്പാലിറ്റി അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ പക്ഷേ മറ്റുള്ളവരുടെ വിചാരം ഈ വരുന്നവർ തന്നെ കാശ് മുഴുവൻ നമുക്കാണ്. ഇതൊക്കെ ഇറക്കി തരുന്നത് മുനിസിപ്പാലിറ്റിയാണെന്ന്. മുനിസിപ്പാലിറ്റി നമുക്കൊന്നും തരുന്നില്ല. അതാണ് ഇത് എല്ലാവരുടെ. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഒരു വിഹിതം അവർക്ക് കൊടുക്കുകയും ചെയ്യണം അല്ലേ? അവർക്ക് കൊടുക്കണം. 900 വെച്ച് അവർക്ക് കൊടുക്കണം. മുനിസിപ്പാലിറ്റിയിൽ അടക്കണം ഒരു ബോഡിക്ക്. വിറക് സാധനങ്ങളൊക്കെ പഴയ വിലയല്ല. ഇപ്പോൾ കൊല്ലം വർഷം ടെൻഡർ വരുന്നവരെ വിറകിനും വില കൂടിക്കൊണ്ടിരുന്നു. പണ്ടത്തെ വിറകിൻ്റെ വിലയല്ല ഇപ്പം. പണ്ട് 1500 ഇറക്കിയെങ്കിൽ ഇപ്പോൾ 2500 ഇട്ടുണ്ട്. കീറുകാശ് അതിൻ്റെ അപ്പുറം.
അപ്പോൾ നമുക്ക് ഇത് കൊണ്ടു നടക്കണ്ടേ. നമുക്ക് ഇട്ടേച്ച് പോകാനൊക്കെ ഇട്ടേച്ച് പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ട് ആരുടെ കൂടെ ഇങ്ങനെ പോകണം. നമുക്ക് ആകെ ഒരു ബോഡി എത്തിച്ചാൽ 300 രൂപയൊക്കെ കിട്ടുള്ളൂ. പിന്നെ വരുന്നവരോട് ചാവടിക്കാനൊക്കെ തന്നാലേ ഉള്ളൂ. ഈ ചൂട് കൊള്ളുന്നതുകൊണ്ട് 300 രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. പുറത്തൊന്നും പോകേണ്ട, വീടടുത്താണ്. അതുകൊണ്ട് നമ്മളിവിടെ പിടിച്ച് നിൽക്കുന്നു. പിന്നെ നമുക്ക് ഇപ്പം പഴയമാരുടെ സിമെന്റ് ആക്കും നമുക്കൊന്നും പോകാൻ പറ്റൂലല്ലോ. പഴയമാരെ കുമ്പിട്ട് മമ്മട്ടി എടുത്ത് പണിയെടുക്കാനൊന്നും നമുക്ക് പറ്റൂല. ഓക്കെ. ഇപ്പോൾ ഒരു ബോഡി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വിറകെടുക്കുക, അതിനെക്കുറിച്ച് കഴിഞ്ഞതാണ്. ഇത് ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിൻ്റെ ഒരു സൈഡ് വിടവുണ്ട്. ആ വിടവിൽ കൂടി താഴ്ത്തോട്ട് കളയാണ്ട് താഴ്ത്തു കൂടി ചെന്നിട്ട് ആ ചാരം എടുത്ത് കളയാം. ഇതിന്റെ അടിയിലും അപ്പോൾ ഇതുണ്ടല്ലേ. അത് വിറകെടുക്കുക. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ചിരട്ട വിതറും. പിന്നെ മടൽ അവിടെ കീറിയിട്ടുണ്ട്. അത് അങ്ങോട്ട് വിടറി നമ്മൾ ഒരു മെത്ത പോലെ ആക്കും. ഇപ്പൊ അവിടെ കാണിച്ചേക്കണ മെത്ത പോലെ. അത് തീ വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡിൽ വിറക് വെക്കും. ബോഡി ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണാം. ബോഡി വെക്കുന്നതും പിന്നെ അതിന്റെ മീതെ വിറക് വെക്കും. പണ്ടൊക്കെ നമ്മൾ സൈഡിൽ കനൽ കൂട്ടുമായിരുന്നു. ആ സൈഡിൽ നമ്മൾ മടൽ കീറിയതിട്ട് കനൽ കൂട്ടും. എന്നിട്ട് അത് കൈക്കോട്ടിന് വാരി ചുറ്റിനും ഇടുന്നതായിരുന്നു. ഈ പോക്കുഴലിന് കംപ്ലൈന്റ് ആയ കാരണം നമ്മളിപ്പോൾ മടൽ കത്തിക്കുന്നില്ല. നമ്മൾ ഇതേമാരെ കുറച്ച് അറക്കപ്പൊടി എടുക്കും. അതിലിത്തിരി എണ്ണ അല്ലെങ്കിൽ ഡീസലോ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ചുറ്റിനും വെച്ച് കൊടുക്കും. എന്നിട്ട് പന്തം കൊളുത്തി കത്തിക്കലാണ്. അപ്പം നമുക്ക് അത് ഏറ് പോലെ അവിടെ കത്തിച്ച് കഴിഞ്ഞാൽ പുക മുഴുവനും ഇതുണ്ട്. പുക മുഴുവനും പുറത്തോട്ട് വരും. പോക്കുഴൽ കംപ്ലൈന്റ് ആയ ഇപ്പം ഇങ്ങനെ വെക്കുന്ന കാരണം പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റില്ല. പുക മൊത്തം പുറത്ത് പോകും. കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റിയിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നവരതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബോഡി വരുമ്പോൾ ചില ബോഡിയൊക്കെ നമുക്ക് കത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില മെഡിസിനൊക്കെ പോയതുകൊണ്ടൊക്കെ ക്യാൻസർ, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി എന്നൊക്കെ ഉള്ള മെഡിസിൻ എന്ന ബോഡിയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കത്താൻ. ഇപ്പോൾ സാധാരണ ഒരു ബോഡിയാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് തീരും. അല്ലാത്ത ബോഡിയാണെങ്കിൽ 3 മണിക്കൂർ, 3.5 മണിക്കൂർ, അതിലും കൂടുതൽ മണിക്കൂർ ചിലപ്പോൾ കത്തും. അപ്പം നമുക്ക് വിറക് നഷ്ടം വരും. അപ്പൊ നമ്മൾ അത്രയും സമയം ഇവിടെ തന്നെ സമയവും നിൽക്കണം, സമയവും പോകും, വിറകും നഷ്ടം വരും. ആ കത്തി തീരുന്നവരെ വിറകിട്ട് കൊടുക്കണ്ടേ. കത്തി തീരാണ്ട് നമുക്ക് പോരാൻ പറ്റില്ല. അത് കത്തുമ്പോ നമ്മള് അകത്ത് നിന്ന് ഷട്ടർ പൊക്കി കത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഷട്ടർ പൊക്കി നമുക്ക് വിറകിട്ട് കൊടുക്കണം. പയ്യനെ കമ്പി കൊണ്ടൊക്കെ ഒന്ന് അനക്കി കൊടുക്കണം. നെയ്മയ നമുക്ക് ശരീരത്തിൽ നിന്ന് അനങ്ങി വന്നെങ്കിലേ നെയ്മയ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കിടന്ന ഓടി ആ വിറകിന്റെ പുറത്ത് കിടക്കുള്ളൂ. കമ്പി കൊണ്ട് പയ്യനെ അനക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെയ്മയ, ഈ നെയ്മയോ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അവിടെ കിടക്കും. നമ്മൾ അനക്കി വിറകിട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ബോഡിയൊക്കെ കത്തുന്നത് നമ്മൾ നേരിട്ട് കാണുന്ന പറഞ്ഞാൽ സാധാരണ അങ്ങനെ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റൂല. അപ്പൊ അതിനൊന്നും വരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇതൊക്കെ കത്തി കഴിയുമ്പോഴത്തേക്കും കാണുമ്പോൾ ചിലപ്പോൾ ചോരയും വെള്ളമൊക്കെ ഇറങ്ങും. ചിലപ്പോൾ കത്താൻ താമസമുള്ളതൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലാത്തത് നമ്മുടെ ലാസ്റ്റിക്കൂടെ ഇരിക്കുന്നവരെ ഇരിക്കും. അതെല്ലാവർക്കും കാണാൻ, പെണ്ണുങ്ങൾക്കൊന്നും കാണാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിനിമാ നടി സുരഭി ലക്ഷ്മി ഉണ്ടല്ലോ, സുരഭി ലക്ഷ്മി എന്നെ കൂടി ഇവിടെ 2 ആഴ്ച ഉണ്ടായിരുന്നതാണ്. പിന്നെ സിനിമക്ക് വേണ്ടി നമ്മുടെ ക്യാരക്ടർ അഭിനയിക്കുന്നത് സുരഭിയാണ്. അപ്പൊ എന്നെ കൂടി ഇതൊക്കെ ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടി സുരഭി 2 ആഴ്ച ഇവിടെ വന്ന് നിന്ന് കണ്ട് എന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയത്. ആള് കേരളെങ്കിലും കാണാനായിട്ട് ഇവിടെ പുറത്തുനിന്നെല്ലാം കാണും. അതൊക്കെ കണ്ടിട്ടാണ് ആള് ഷൂട്ടിങ്ങിന് പോയത്. ഞാൻ പോയിട്ടുണ്ട്. ആ സിനിമ ഇറങ്ങിയതാണ് വന്ന കൊറോണ സമയത്തായിരുന്നു. ആളായിരുന്നു നടിയായിട്ട് അഭിനയിച്ചത്. അത് അവാർഡൊക്കെ കിട്ടിയതാ. ആണല്ലേ? ഏതായിരുന്നു പടം? ജ്വാലാമുഖി എന്ന് പറഞ്ഞു. ജ്വാലാമുഖി. ശശികുമാർ സാർ സംവിധാനം ചെയ്ത. മരിച്ച് ഇടക്ക് മരിച്ചില്ല. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ശശികുമാർ. വീടൊക്കെ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പോയി ബോഡിയൊക്കെ വെച്ച് കഴിഞ്ഞ് അനക്കി കഴിയുമ്പോൾ ചൂടല്ലേ, പോകും. തണുത്ത വെള്ളം കുടിക്കും, പക്ഷെ വെള്ളം കൊണ്ടിടും. പിന്നെ അനക്കി കഴിയുമ്പോൾ പിന്നെയും പോകും. അപ്പൊ വീടടുത്തായ കാരണം നമുക്ക് ഭക്ഷണത്തിനൊന്നും പുറത്തോട്ട് പോകണ്ട. അല്ലെങ്കിൽ ദൂരമൊക്കെ പണിക്ക് പോയ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഹോട്ടലിൽ പോകണ്ടേ. ഇതാകുമ്പോൾ വേണ്ട, വീട്ടിൽ പോയി കഴിക്കും വരും. പക്ഷെ നമുക്ക് തീരാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ ബോഡിയൊക്കെ കത്തുന്നത് നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ചില ബോഡികൾ, എല്ലാ ബോഡിക്കും ഉണ്ടാവില്ല. ചില ബോഡികൾ കൈയും കാലൊക്കെ പൊങ്ങി വരും. ആണല്ലേ? പൊങ്ങി ഇങ്ങനെ, അത് ചൂട് കൊള്ളുമ്പോൾ ശരീരത്തിന്റെ മെഡിസിൻ ചെന്നതോ എന്തോ കയ്യാ കാലാക്കി ഇങ്ങനെ പൊങ്ങി വരും. കൈയും കാലും പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷട്ടർ പൊക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ പേടിയാവും. നമുക്ക് ആദ്യത്തെ ദിവസം ഇത് കൈയും കാലം എന്താ പണിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കമ്പി കൊണ്ടുവന്ന് പയ്യത്ത് അനക്കി കൊടുക്കും. അനക്കി കൊടുക്കും, അത്രേ ഉള്ളൂ.
പക്ഷെ കാണുന്നവർക്ക് അത് പേടിക്കാം, കൈയും കാലും പേടിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ സുരഭി വന്നപ്പോ അങ്ങനത്തെ ഒരു ബോഡിയായിരുന്നു. സുരഭി പേടിച്ചു പോയി. സുരഭി പോയത് അവിടത്തോളം പോയി, പേടിച്ചു പോയി. ഇതെന്താ ചേച്ചിന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ബോഡിയാണ്. സുരഭി വന്ന ദിവസം, ആദ്യമായിട്ട് വന്ന ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു ബോഡിയാണ്. പേടിച്ചു പോയി ആള്. അപ്പൊ ഈ വനിതാ ദിനത്തിൽ എന്താണ് മറ്റുള്ള ഈ സ്ത്രീകളോട് പറയാനുള്ളത്? വനിതാ ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ പുരുഷന്മാർ ചെയ്യാൻ മടിക്കുന്ന ജോലിയാണ് ഇതെന്ന് പറയും. പുരുഷന്മാർ ചെയ്യുന്നുണ്ട്, എന്നാലും പുരുഷന്മാരായാലും എല്ലാ പുരുഷന്മാരും ചെയ്യാനും മടിക്കില്ല. പിന്നെ പുരുഷന്മാർ ഇത് തണ്ണിയൊക്കെ അടിച്ചിട്ടാണെങ്കിൽ ഒന്ന് ചെയ്യും, നമുക്ക് തണ്ണി അടിക്കാൻ പറ്റൂല. അപ്പൊ പുരുഷന്മാര് മാത്രം ചെയ്യുന്ന ജോലിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ജോലിയും, ഏത് മേഖലയിലും നമുക്ക് സ്ത്രീകൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മാത്രമല്ല, എല്ലാവരും. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കണം. അത് ഞാൻ കഴിയുമെന്നുള്ള തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ കിണർ വരെ തേകിയേക്കുന്ന ആളാണ്. 36 അടിക്ക് ആൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ കിണർ, ഞാൻ 2 പ്രാവശ്യം പണിക്കാർ വരാഞ്ഞിട്ട് ഞാൻ തേകിയേക്കുന്ന ആളാണ്. അത് ഇപ്പോൾ വല്ലവരും വിളിച്ചാലും ഞാൻ പോവും. കിണറാ. അപ്പം ഞാൻ പറയുന്നതാണ്, നമ്മൾക്ക് ഏത് ജോലി, എല്ലാ ജോലിയിലും മിക്ക ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ പെയിൻറ്റിങ് വരെ ചെയ്യും. അപ്പം എല്ലാ ജോലിയും നമുക്ക് ചെയ്യാം. സ്ത്രീ എന്ന ആൾക്ക് പുരുഷന്മാരെക്കാളും മേലെ പോകാം. അപ്പം ഞാൻ ചെയ്യാത്ത ഒരു ജോലി മാത്രമേ ഉള്ളൂ, എനിക്കത് അറിയാൻ പാടില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഡ്രൈവിങ്. അതും സെറ്റാവും. അത് പക്ഷേ ഇപ്പം പഠിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ലൈസൻസ് കിട്ടില്ല. 8 വരെ പഠിച്ചിട്ടുണ്ട്, ലൈസൻസ് കിട്ടില്ല. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ അറിയില്ല. അപ്പം ആ ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ ജോലി അതും അറിയാറുന്നെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയാൽ എല്ലാം നടക്കുമെന്നേ ഇല്ല. അപ്പം അതാണ് ഞാൻ പറഞ്ഞാൽ, ഈ വനിതാ ദിനത്തിൽ നമുക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, എല്ലാ ജോലിയും പുരുഷന്മാരെക്കാളും മേലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ.